ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്തിൽ നിന്നും ഉള്ള 40 ചോദ്യോത്തരങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം: യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായി ചിത്രീകരിക്കുന്ന 2 സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. അവ ഏതെല്ലാം? ഓപ്ഷൻസ്: എ. യോഹന്നാൻ 18:35, 21:19. ബി. യോഹന്നാൻ 15:18, 11:14. സി. യോഹന്നാൻ 19:35, 21:24. ഉത്തരം ഓപ്ഷൻ സി. യോഹന്നാൻ 19:35, 21:24. 2. ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗം ഏത്? ഓപ്ഷൻസ്: എ. യോഹന്നാൻ 20:30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ബി. യോഹന്നാൻ 21:31. സി. യോഹന്നാൻ 11:20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. യോഹന്നാൻ 20:30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തെ ചോദ്യം: നിയമം ആര് വഴി നൽകപ്പെട്ടു? ഓപ്ഷൻസ്: എ. ദൈവം, ബി. മോശ, സി. യേശുക്രിസ്തു. ഉത്തരം ബി. മോശ. 4. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞതെന്ത്? ഓപ്ഷൻസ്: എ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ബി. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. ഉത്തരം ബി. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 5-ാമത്തെ ചോദ്യം: എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻസ്: എ. ശിഷ്യന്മാരോട്, ബി. ശിമയോനോട്, സി. പീലിപ്പോസിനോട്. ഉത്തരം സി. പീലിപ്പോസിനോട്. 6. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന നഥാനിയേലിൻ്റെ ചോദ്യത്തിന് പീലിപ്പോസ് നൽകിയ മറുപടി എന്ത്? ഓപ്ഷൻസ്: എ. വന്നു കാണുക, ബി. എന്നെ അനുഗമിക്കുക, സി. യേശുവിൻ്റെ മറുപടി ശ്രവിക്കുക. ഉത്തരം എ. വന്നു കാണുക. 7-ാമത്തെ ചോദ്യം: കാനായിലെ കല്യാണ വിരുന്നിൽ 6 കൽഭരണികൾ എന്തിനുള്ളവയായിരുന്നു? ഓപ്ഷൻസ്: എ. യഹൂദരുടെ കല്യാണ വിരുന്നിന് വീഞ്ഞ് നിറയ്ക്കുന്നതിന്, ബി. വെള്ളം നിറയ്ക്കുന്നതിന്, സി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നതിന്. ഉത്തരം സി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നതിന്. 8. വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് ആര് അറിഞ്ഞിരുന്നു? ഓപ്ഷൻസ്: എ. കലവറക്കാരൻ, ബി. വെള്ളം കോരിയ പരിചാരകർ, സി. ഭരണികളിൽ വെള്ളം നിറച്ചവർ. ഉത്തരം ബി. വെള്ളം കോരിയ പരിചാരകർ. 9. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ട് അത് പുനരുദ്ധരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ. 3 ദിവസം കൊണ്ട്, ബി. 3 ദിവസത്തിനകം, സി. 46 സംവത്സരം. ഉത്തരം ബി. 3 ദിവസത്തിനകം. 10-ാമത്തെ ചോദ്യം: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ. യേശു ശിഷ്യന്മാരോട്, ബി. യേശു ഫരിസേയരോട്, സി. യേശു നിക്കോദെമോസിനോട്. ഉത്തരം സി. യേശു നിക്കോദെമോസിനോട്. 11-ാമത്തെ ചോദ്യം: ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഓപ്ഷൻസ്: എ. തിന്മ പ്രവർത്തിക്കുന്നവൻ, ബി. പാപം ചെയ്യുന്നവൻ, സി. അന്ധകാരത്തിൽ നടക്കുന്നവൻ. ഉത്തരം എ. തിന്മ പ്രവർത്തിക്കുന്നവൻ. 12-ാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ. ആത്മാവ്, ബി. യേശുക്രിസ്തു, സി. ദൈവം അയച്ചവൻ. ഉത്തരം സി. ദൈവം അയച്ചവൻ. 13.
യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണം ഏത്? ഓപ്ഷൻസ് എ സമരിയ, ബി സിക്കാർ, സി ഗലീലി. ഉത്തരം ബി സിക്കാർ. 14. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? ഓപ്ഷൻസ് എ ഗുരു, ബി റബ്ബി, സി പ്രഫോ. ഉത്തരം സി പ്രഫോ. 15-ാമത്തെ ചോദ്യം. എത്ര മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ് എ 4 മാസം കൂടി, ബി 6 മാസം കൂടി, സി 2 മാസം കൂടി. ഉത്തരം എ 4 മാസം കൂടി. 16. ആര് സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തിയിരുന്നത്? ഓപ്ഷൻസ് എ യേശു, ബി പ്രവാചകൻ, സി അധികാരി. ഉത്തരം ബി പ്രവാചകൻ. 17-ാമത്തെ ചോദ്യം. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം എന്ത്? ഓപ്ഷൻസ് എ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ബി ബെത്സദായിലെ രോഗശാന്തി, സി അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉത്തരം എ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 18-ാമത്തെ ചോദ്യം. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആര് ആരോട് ചോദിച്ചു? ഓപ്ഷൻസ് എ യേശു അന്ധനോട്, ബി 38 വർഷമായി രോഗിയായിരുന്നവനോട്, സി രാജസേവകന്റെ മകനോട്. ഉത്തരം ബി 38 വർഷമായി രോഗിയായിരുന്നവനോട്. 19-ാമത്തെ ചോദ്യം. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ് എ യേശു ശിഷ്യന്മാരോട്, ബി യേശു പത്രോസിനോട്, സി യേശു പീലിപ്പോസിനോട്. ഉത്തരം സി യേശു പീലിപ്പോസിനോട്. 20-ാമത്തെ ചോദ്യം. 25 or 30 സ്ഥാദിയോൺ എന്നുള്ളത് എത്ര ദൂരമാണ്? ഓപ്ഷൻസ് എ 5 or 6 കിലോമീറ്റർ, ബി 3 or 4 കിലോമീറ്റർ, സി 5 or 6 മീറ്റർ. ഉത്തരം എ 5 or 6 കിലോമീറ്റർ. 21-ാമത്തെ ചോദ്യം. യോഹന്നാന്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കാറുള്ളത് എങ്ങനെ? ഓപ്ഷൻസ് എ വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും, ബി വിശ്വാസത്തിൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷം, സി അടയാളങ്ങളുടെ സുവിശേഷം മഹത്വത്തിൻ്റെ സുവിശേഷം. ഉത്തരം ഓപ്ഷൻസ് എ വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും. 22-ാമത്തെ ചോദ്യം. ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? ഓപ്ഷൻസ് എ ദൈവം, ബി വചനം, സി ഭൂമി. ഉത്തരം ബി വചനം. 23-ാമത്തെ ചോദ്യം. യോഹന്നാൻ 1:1 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ് എ ഉൽപ്പത്തി 2:1, ബി ഉൽപ്പത്തി 2:2, സി ഉൽപ്പത്തി 1:1. ഉത്തരം സി ഉൽപ്പത്തി 1:1. യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാൻ വന്നു? ഓപ്ഷൻസ് എ സത്യത്തിന്, ബി വെളിച്ചത്തിന്, സി യേശുവിന്. ഉത്തരം ബി വെളിച്ചത്തിന്. 25-ാമത്തെ ചോദ്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ ദർശിച്ചത് എന്ത്? ഓപ്ഷൻസ് എ അവൻ്റെ മഹത്വം, ബി അവൻ്റെ കൃപ, സി ആത്മാവ്. ഉത്തരം എ അവൻ്റെ മഹത്വം. 26. ആരാണ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ഓപ്ഷൻസ് എ ആത്മാവ്, ബി മാലാഖമാർ, സി അഗ്നി. ഉത്തരം എ ആത്മാവ്. 27. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അരുളി ചെയ്ത ആദ്യ വചനം? ഓപ്ഷൻസ് എ നിങ്ങൾക്ക് സമാധാനം, ബി എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, സി നിങ്ങൾ എന്തന്വേഷിക്കുന്നു. ഉത്തരം സി നിങ്ങൾ എന്തന്വേഷിക്കുന്നു. 28-ാമത്തെ ചോദ്യം. അവർക്ക് വീഞ്ഞില്ല, ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ് എ കലവറക്കാരൻ പരിചാരകരോട്, ബി യേശുവിൻ്റെ അമ്മ യേശുവിനോട്, സി ശിഷ്യന്മാർ യേശുവിനോട്. ഉത്തരം ബി യേശുവിൻ്റെ അമ്മ യേശുവിനോട്. 29-ാമത്തെ ചോദ്യം. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു കഫർനാമിൽ പോയി എത്ര നാൾ താമസിച്ചു? ഓപ്ഷൻസ് എ 2 ദിവസം, ബി 3 ദിവസം, സി ഏതാനും ദിവസം. ഉത്തരം സി ഏതാനും ദിവസം. 30-ാമത്തെ ചോദ്യം. രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന ഫരിസേയൻ ആര്? ഓപ്ഷൻസ് എ നിക്കോദേമോസ്, ബി പീലിപ്പോസ്, സി നഥാനിയേൽ. ഉത്തരം എ നിക്കോദേമോസ്. 31. ഞങ്ങൾ ഡാഷ് സംസാരിക്കുന്നു. ഓപ്ഷൻസ് എ കണ്ടവയെപ്പറ്റി, ബി കാണുന്നതിനെപ്പറ്റി, സി അറിയുന്നവയെപ്പറ്റി.
ഉത്തരം സി അറിയുന്നവയെപ്പറ്റി. 32-ാമത്തെ ചോദ്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്തു പ്രാപിക്കണം? ഉത്തരം ഓപ്ഷൻസ് എ ജീവൻ, ബി നിത്യജീവൻ, സി അനുഗ്രഹം. ഉത്തരം ബി നിത്യജീവൻ. 33 ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നത് ആര്? ഓപ്ഷൻസ് എ ആത്മീയ മനുഷ്യൻ, ബി ഭൂമിയിൽ നിന്നുള്ളവൻ, സി വിജാതീയൻ. ഉത്തരം ബി ഭൂമിയിൽ നിന്നുള്ളവൻ. 34-ാമത്തെ ചോദ്യം, ദൈവം അളക്കാതെ കൊടുക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ ആത്മാവിനെ, ബി അനുഗ്രഹങ്ങൾ, സി അരൂപിയെ. ഉത്തരം എ ആത്മാവിനെ. 35-ാമത്തെ ചോദ്യം, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. വചനഭാഗം എഴുതുക. ഓപ്ഷൻസ് എ യോഹന്നാൻ 4:10, ബി യോഹന്നാൻ 4:12, സി യോഹന്നാൻ 4:14. ഉത്തരം സി യോഹന്നാൻ 4:14. 36 യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ ജെറുസലേമിൽ, ബി ജെറുസലേം ദേവാലയത്തിൽ, സി സിനഗോഗിൽ. ഉത്തരം എ ജെറുസലേമിൽ. 37 തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻസ് എ കൂടാര തിരുനാൾ, ബി പെസഹ തിരുനാൾ, സി അന്ന് സാബത്തായിരുന്നു. ഉത്തരം സി അന്ന് സാബത്തായിരുന്നു. 38-ാമത്തെ ചോദ്യം, ആര് ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയമാണ് വരുന്നത്? ഓപ്ഷൻസ് എ മരിച്ചവർ, ബി ജീവിച്ചിരിക്കുന്നവർ, സി പാപികൾ. ഉത്തരം എ മരിച്ചവർ. 39-ാമത്തെ ചോദ്യം, യഹൂദരുടെ ഏത് തിരുനാളിനെ പറ്റിയാണ് യോഹന്നാൻ 6:4 പറയുന്നത്? ഓപ്ഷൻസ് എ പ്രതിഷ്ഠയുടെ തിരുനാൾ, ബി പെസഹ തിരുനാൾ, സി വിളവെടുപ്പ് തിരുനാൾ. ഉത്തരം ബി പെസഹ തിരുനാൾ. 40-ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ഡാഷ് ഒന്നിനും ഉപകരിക്കുന്നില്ല. പൂരിപ്പിക്കുക. ഓപ്ഷൻസ് എ ഹൃദയം, ബി മനസ്സ്, സി ശരീരം. ഉത്തരം സി ശരീരം. എല്ലാവരും ലോഗോസ് ക്വിസിനായി നന്നായി പഠിച്ചൊരുങ്ങുക. ഓക്കെ, താങ്ക് യു.